പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും വീണ്ടും നോയമ്പിൻ്റെ ഈ സമയത്ത് നമ്മൾ കൂടുതൽ വിശുദ്ധിയെക്കുറിച്ചും കൂടുതൽ ദൈവകൃപയെക്കുറിച്ചും കൂടുതൽ കർത്താവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ ഒരു കൃപ, ഈ അനുഗ്രഹം, ഈ വിശുദ്ധി, ഇതെല്ലാം നമ്മളെ സൂചിപ്പിക്കുന്ന ഒന്ന് മാത്രമുള്ളൂ: കർത്താവായ യേശു മിശിഹായ്ക്ക് ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് നിർബന്ധമുണ്ട്. അതിനുവേണ്ടിയാണ് രക്ഷകനായ യേശു കടന്നു വരുന്നതുകയും നമ്മളെല്ലാവരും സ്നേഹിക്കുകയും ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്ന ഒരു കാരണം ഇതുതന്നെയുള്ളൂ: കർത്താവായ യേശു മിശിഹ കടന്നു വരുമ്പോൾ ഈ വിശുദ്ധി, അനുഗ്രഹം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്നേക്കും ഉണ്ടാവണം. ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് കാണാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം നമ്മളെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു: മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ഒരു വാക്യം നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. മാതാവ് മാത്രമേ ഉള്ളൂ വിശുദ്ധിയിൽ ജീവിച്ചതും വിശുദ്ധിയിൽ ഈശോയെ സ്വീകരിച്ചതും. നമുക്കെല്ലാം കുറേ കുറവുകളുണ്ട്, നമുക്കെല്ലാം കുറേ കുറ്റങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് നമുക്ക് ദൈവസ്നേഹമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തി തരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ മാതാവിൻ്റെ ഈ ഒരു അമോത്ഭവ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു. ആ ഒരു ദിവസം നമുക്ക് കാണാൻ സാധിച്ചു എത്രയോ അനുഗ്രഹമാണ്. അപ്പോൾ മാതാവ് വിശുദ്ധിയിൽ ഈശോയെ സ്വീകരിച്ചതുപോലെ തന്നെ നമ്മൾ ഓരോ വ്യക്തികളും ഈ ഒരു വിശുദ്ധിയിൽ തന്നെ ഈശോയെ സ്വീകരിക്കണം. തീർച്ചയായും മാതാവിനത് സാധിച്ചു. പക്ഷേ ജനിച്ചു കഴിഞ്ഞ് നമ്മൾ ഓരോ വ്യക്തിക്ക് കുറവുണ്ടെങ്കിലും ആ കുറവിന് എന്നും പാപം എല്ലാം മാറ്റിക്കൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്കും സാധിക്കും. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.